എല്ലാവർക്കും നമസ്കാരം. 2015 ഗുരുബാബ ആശ്രമ ദക്ഷിണേശ്വര ക്ഷേത്രത്തിലെത്തിയ ഞാൻ 2018 ദക്ഷിണേശ്വരാമൃതം എന്ന പേരിൽ പുസ്തകം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിലെ ആമുഖം ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. എല്ലാവരുടെയും സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു. ശരണം ശരണം ഗുരുബാബ, അന്ത്യശരണം ഗുരുബാബ. ആമുഖം. പ്രിയ വായനക്കാരെ, ഏതൊരു മനുഷ്യൻ്റെയും വളർച്ചയ്ക്കും തളർച്ചയ്ക്കും കാരണം ജീവിത ചുറ്റുപാടുകളാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ഒരു കുഞ്ഞിൻ്റെ തുടക്കം അമ്മയിൽ നിന്നു തന്നെയാണ്. ഒരു പ്രായപരിധി വരെ. പുറം ലോകത്തെത്തിയാൽ മാറ്റങ്ങൾ സാധാരണയാണ്. പഠിച്ചവരെല്ലാം പണ്ഡിതരായിട്ടില്ല. പരീക്ഷ എഴുതിയവർ മുഴുവൻ A+ വാങ്ങിയിട്ടുമില്ല. പൂർണ്ണ ചൈതന്യത്തോടെ ജനിച്ചു വീണ ശ്രീകൃഷ്ണൻ വളർന്നത് വളർത്തമ്മയുടെയും വളർത്തച്ഛൻ്റെയും പരിചരണത്തിലാണ്. വിധിയെ തടുക്കാൻ ആരാലും സാധ്യമല്ല. എന്നാൽ കാലദോഷങ്ങൾ തീർക്കാൻ ഒരു പാരമാർത്ഥിക ഗുരുവിന് കഴിയും. ആ നിത്യചൈതന്യ രൂപമാണ് ഗുരുബാബ. മുൾച്ചെടിയിൽ നിന്നും റോസാപ്പൂ വിരിഞ്ഞ പോലെ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും യാതൊരുവിധ സഹകരണവും ലഭിക്കാതെ മനുഷ്യ മുന്നേറ്റത്തിൻ്റെ കാരണങ്ങൾ തിരക്കി ഒരേ ലക്ഷ്യബോധത്തോടെ കഷ്ടതകളുടെയും ദുരിതങ്ങളുടെയും നടുവിൽ അസാധാരണ ധൈര്യത്തോടെ സ്വന്തം കുടുംബവേദന തൃണവൽക്കരിച്ച് തപയറയിലെ കലിയുഗവരതനായി ഗുരുബാബ അവതരിച്ചത് ഒരൊറ്റ നാൾ കൊണ്ടല്ല, അനേക വർഷത്തെ കഠിന തപസ്സിനാലും അനുഷ്ഠാനങ്ങളെയും അതിജീവിച്ച് നേടിയെടുത്തതാണ്. ആ ഭഗവത് രൂപം നിത്യമൗനിയായി വാചാലനാവുന്നത് ശരണം ശരണം മാസികകളിലൂടെയാണ്. ഏതൊരു പണ്ഡിതനും പാമരനും വായിച്ച് സംശയങ്ങൾ തീർക്കാം, അറിവുകൾ നേടാം. ഓരോ യുഗങ്ങളിലും പല പല പേരുകളിലായി അവതാരങ്ങൾ ഭൂമിയിൽ എത്തിയത് വേദപുസ്തകങ്ങളിൽ പറയുന്നുണ്ട്. കലിയുഗത്തിലെ പ്രമുഖൻ ഗുരുബാബയാണെന്ന് ഞാൻ അടിവരയിട്ട് എഴുതുകയാണ്. ഭൂമിയിൽ ജനിച്ചു വീണ ഓരോ മനുഷ്യനും ജീവിച്ചു തീർക്കാൻ ചിട്ടകളും വ്യവസ്ഥകളുമുണ്ട്. അതില്ലാതെ ജീവിച്ചു മരിച്ചവർ മനുഷ്യമൃഗമായി മാത്രമാണ്. സുഖം സുഖം സുഖം, ആ ഒരൊറ്റ കാര്യത്തെപ്പറ്റി മാത്രമേ അവൻ അഥവാ അവൾ ചിന്തിക്കുന്നുള്ളൂ. അതിനുവേണ്ടി കൂടപ്പിറപ്പുകളെയും കൂട്ടുകാരെയും രക്ഷിതാക്കളെയും കൊന്ന് കൊല വിളിക്കാൻ യാതൊരു മടിയുമില്ല. ശാന്തിയോടും സമാധാനത്തോടും ഐശ്വര്യത്തോടും കൂടി ജീവിക്കാൻ നമുക്ക് അനുഷ്ഠാനങ്ങൾ കൂടിയേ തീരൂ. അതിനുള്ള എളുപ്പവഴിയാണ് ഭഗവാൻ ഗുരുബാബ നീണ്ട കാലയളവിൽ തപസ്സിലൂടെ നേടിയെടുത്ത അമാവാസ്യ ഉപവാസവും പൗർണമി ഉപവാസവും. കാലദോഷത്താൽ മുട്ടിത്തിരിയുന്ന ഏവർക്കും വളരെ ഉപകാരപ്രദമായ ഈ ഉപാസന മനസ്സുവെച്ച് ലക്ഷ്യബോധത്തോടെ ഇതും കൂടി ഒന്ന് പരീക്ഷിക്കട്ടെ എന്ന് കരുതി മമ്മിയൂരിലുള്ള ഗുരുബാബ ആശ്രമ ദക്ഷിണേശ്വര ക്ഷേത്രത്തിലെത്തി ഭഗവാന്റെ അനുഗ്രഹത്തോടെ അനുഷ്ഠാനങ്ങൾ തുടങ്ങിയാൽ നമ്മുടെ മുന്നിൽ തടസ്സങ്ങളായി നിൽക്കുന്ന ഓരോ പ്രശ്നങ്ങളുടെയും മണിച്ചിത്ര താഴിട്ട് കൂട്ടിയ വാതായനങ്ങളുടെ ബോൾട്ടുകൾ തുറന്ന് പറന്ന് വിഹരിക്കാം. 2015 ഒക്ടോബറിൽ ആശ്രമത്തിൽ എത്തിയ എൻ്റെ പ്രശ്നപരാതികൾക്ക് നൽകിയ അനുഷ്ഠാനങ്ങൾ വരദാനമായി സ്വീകരിച്ച് വളരെയേറെ ആദരവോടും ആനന്ദത്തോടും ആവേശത്തോടും കൂടി അനുഷ്ഠിച്ചതിൻ്റെ ഫലമാണ് ഇങ്ങനെ ഒരു പുസ്തകങ്ങളിൽ ഇത്രയെങ്കിലും എഴുതാൻ കഴിഞ്ഞതും കിട്ടിയ അറിവ് വെച്ച് ഭഗവാന്റെ പ്രാർത്ഥന 14 ഭാഗമായി ദക്ഷിണേശ്വരാമൃതമായതും. 12 വയസ്സ് മുതൽ 23 വയസ്സ് വരെ കുഞ്ഞു കഥകളും കവിതകളും പ്രായത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി നോവലുകളും എഴുതിയിരുന്നു. അതെല്ലാം ഇരുട്ടിലൂടെ സഞ്ചരിച്ച അഗാധകർത്ഥങ്ങളിൽപ്പെട്ട് മണ്ണിട്ട് മൂടിയതാണ്. വീണ്ടും നാമ്പെടുത്ത ആ സ്വപ്നങ്ങൾക്ക് നിറവും മണവും നൽകി കുഞ്ഞിളങ്കാറ്റിൽ ഉലഞ്ഞാടാൻ അവസരം നൽകിത്തന്ന ഗുരുബാബ ആശ്രമ ദക്ഷിണേശ്വര ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സ്നേഹത്തിൻ്റെയും കടപ്പാടിൻ്റെയും ഗന്ധപുഷ്പങ്ങൾ അർച്ചന ചെയ്ത് ഓരോ ഭക്തരുടെയും കൈകളിലേക്ക് ഇതൊരു അമൃത വർഷമായി നൽകുകയാണ്. മാതാപിതാ ഗുരു ദൈവം, ആ സത്യത്തെ മാനിച്ചു ജീവിച്ചാൽ ശാന്തി സമാധാനം കൂടെ കൂടെ വന്നു ചേരും. പാരമാർത്ഥിക ഗുരുവിനെ ആരാധിച്ചാൽ ദൈവങ്ങളെ തേടി അലയേണ്ടി വരില്ല. ദൈവം നമ്മെ തേടി വരും. ആത്മീയമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയാൽ ഐശ്വര്യം താനേ വന്നു ചേരും. ഇതെല്ലാം വെറുതെ എഴുതി സമയം നഷ്ടപ്പെടുത്തുകയല്ല,
3 വർഷത്തെ അനുഭവം വെച്ച് എഴുതിയതാണ്. കൃത്യമായി അനുഭവിച്ചറിഞ്ഞാലേ സത്യം ബോധ്യപ്പെടൂ. ഭഗവാന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ദുർഘടമേറിയതാണെന്ന് പലരും പറയുന്നുണ്ട്. മനുഷ്യനെ കൊണ്ട് സാധ്യമാവില്ല എന്നും. അലസരുടെ വെറും ഒരു പാഴ്വാക്കാണിത്. മനസ്സ് വെച്ചാൽ ലക്ഷ്യബോധമുള്ള ആർക്കും മൃദുലത ഏറിയ ഗന്ധപുഷ്പം പോലെ ആകർഷണം ഏറിയതാണ്. മനസ്സിനെ പാകപ്പെടുത്തണം. ആത്മീയമായ അറിവുകൾ നേടാൻ ശരണം ശരണം മാസികകൾ വായിക്കുക. ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമില്ലാതെ ആരും ഇന്നൊന്നും നേടിയിട്ടില്ല, നേടാനും പോകുന്നില്ല. ഓരോ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരോടും അന്വേഷിക്കണം, വന്ന വഴി എളുപ്പമായിരുന്നോ എന്ന്. കൈവിട്ടുപോയ ഇന്നലകളെക്കുറിച്ച് ആരും വ്യാകുലപ്പെടേണ്ട. ഇനി മുതൽ ഇന്നു തൊട്ടേ ഓരോ കുടുംബനാഥനും അല്ലെങ്കിൽ നാഥ മനസ്സ് വെച്ചാൽ സ്വന്തം കുടുംബത്തിന്റെ ഭദ്രത നിലനിർത്താം. അതൊരു ലോകത്തിന്റെ തന്നെ ശാന്തിക്കും സമാധാനത്തിനും വഴിയൊരുക്കും. വൈകുന്നേരങ്ങളിൽ കുഞ്ഞുങ്ങൾ പാഠപുസ്തകങ്ങൾ തുറക്കും മുന്നേ സ്വന്തം ഗുരുവിനെ, ഗുരുബാബ ഭഗവാനെ മനസ്സിലൊന്ന് ധ്യാനിച്ച് ഇഷ്ടപ്പെട്ട ദക്ഷിണേശ്വരാമൃതത്തിലെ ഏതെങ്കിലും ഒരു പ്രാർത്ഥന ചൊല്ലിയ ശേഷം പഠിക്കട്ടെ. എല്ലാ ദൈവങ്ങളുടെയും അനുഗ്രഹങ്ങൾ അവർക്ക് അമൃതവർഷമായി ഭവിക്കട്ടെ. ജാതി മത വർണ്ണ ഭേദമില്ലാതെ കൈകോർത്ത് കയറാവുന്ന ലോകത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണ് ഗുരുബാബ ആശ്രമ ദക്ഷിണേശ്വര ക്ഷേത്രം. മറ്റൊരു പ്രത്യേകത, ധനവാനും ദരിദ്രനും പ്രശസ്തനും അപ്രശസ്തനും പണ്ഡിതനും പാമരനും ഒരേ സ്വീകരണം, ഒരേ രീതിയിലുള്ള ഇരിപ്പിടം, ഒരേ ഭക്ഷണം, എല്ലാ മനുഷ്യനെയും ഒരേ രീതിയിൽ കാണാവുന്ന അസുലഭ നിമിഷങ്ങൾ. ഞായർ വ്യാഴം ദിവസങ്ങളിൽ എത്ര പേർ ചെന്നാലും ഭഗവാന്റെ ദർശനവേള 48 മിനിറ്റിൽ ഒരു നോക്ക് കാണുമ്പോൾ കിട്ടുന്ന അനുഭൂതി, അത്ഭുതങ്ങളും അനുഭവങ്ങളും ഏറെയുണ്ട്. പറഞ്ഞു തുടങ്ങിയാൽ നാവിലൂടെയും എഴുതാൻ തുടങ്ങിയാൽ വിരലിലൂടെയും അതൊരു ഗംഗയായി ഒഴുകിക്കൊണ്ടേയിരിക്കും, ഒരിക്കലും നിലയ്ക്കില്ല. വീണ്ടും വീണ്ടും എഴുതാനും പറയാനും പ്രാർത്ഥിക്കാനും അവസരങ്ങൾ തന്നിടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും കൈകളിലേക്ക് താഴ്മയോടെ സ്നേഹപൂർവ്വം ഭഗവാന്റെ 14 ഭാവത്തിൽ തീർത്ത ദക്ഷിണേശ്വരാമൃതം നൽകുകയാണ്. ഓരോരുത്തർക്കും നല്ലൊരു നാളേക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പ്രാർത്ഥനയോടെ